RSS എന്ന് പറയുന്ന സംഘടന ഒരു ദൈവികത്വമുള്ള സംഘടനയെന്നാണ് പലരും പറയാറുള്ളത്. ആ സംഘടനയെ 35 വർഷമായി അടുത്തറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാലത്തിന് മുമ്പ് സഞ്ചരിക്കുന്നതാണ് അവരുടെ പ്രവർത്തന രീതി എന്നാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവർ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട്. 1995 അന്ന് ഈ രാമക്ഷേത്രത്തിൻ്റെ വലിയ പ്രക്ഷോഭം നടക്കുന്ന വേളയിൽ RSSനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു. വിശ്വഹിന്ദു പരിഷത്തും ശിവസേനയും അടക്കം ബജരംഗ് ദളും അടക്കം ഒരു തീവ്ര ഹിന്ദുത്വ ലൈനിൽ പോയപ്പോൾ RSS എന്ന ആ ലൈനിലല്ല സഞ്ചരിച്ചിരുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അനവധി പേർ ശിവസേനയിലടക്കം കേരളത്തിൽ മാറുകയുണ്ടായി. അന്നതിൻ്റെ മുതിർന്ന കാര്യകർത്താക്കളുമായി സംസാരിക്കുമ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യം പ്രക്ഷോഭത്തിൻ്റെയോ ഇല്ലെങ്കിൽ വലിയ കലാപത്തിൻ്റെയോ ആവശ്യം ഇതിനില്ല, കാരണം സമയമാവുമ്പോൾ അവിടെ രാമക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും എന്ന്. അന്നത് RSSൻ്റെ ആ കാര്യകർത്താക്കൾ അത് പറയുമ്പോൾ ഈ രാജ്യത്ത് BJP ഒന്നും അല്ലാതിരുന്നൊരു കാലഘട്ടം കൂടിയാണ്. എന്നെങ്കിലും ഒരിക്കൽ രാജ്യം ഭരിക്കുമെന്നോ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടാകുമെന്നോ അന്ന് യാതൊരു ഊഹവും അവർക്കില്ലായിരുന്നു. ഇല്ലെങ്കിൽ ആ യാതൊരു ഊഹവും നമുക്കില്ലായിരുന്നു എന്ന് പറയുന്നതാകും ശരി. കാലമേറെ കഴിഞ്ഞ് ഈ അയോധ്യ വിധി വരുമ്പോൾ അന്ന് അവർ പറഞ്ഞത് ആലോചിച്ചു. കാരണം ശരിയാണ്, വലിയ കലാപത്തിനും സംഘർഷത്തിൻ്റെയും ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ അത് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പല പല കാര്യങ്ങൾ വളരെ മുൻപേ തന്നെ അവർ പ്രവചിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രവചനമല്ലാതെ അടിത്തട്ടിൽ അവരുടെ പ്രവർത്തകരുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ അവരുടെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുമ്പോൾ ജനത്തിൻ്റെ മനസ്സ് കൃത്യമായി തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പൾസാണ് അവർ നമ്മളോട് പറയാറുള്ളത്. 2011 അവരുടെ ബൈഠക്കുകൾക്കൊക്കെ ശേഷം അറിഞ്ഞ ഒരു വാർത്ത, 2014 BJP അധികാരം പിടിക്കും എന്നും 2019 എന്താണെന്നും 2024 മുതൽ 29 വരെ എന്താണെന്നും 24 തൊട്ട് 25 വരെ എന്താണെന്നും അങ്ങനെ കൃത്യമായി ഓരോ വർഷത്തും എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുക എന്ന് അക്കമിട്ടവർ പറഞ്ഞിരുന്നു. 2011 ആ ഒരു RSS ഇത് പറയുമ്പോൾ അന്ന് BJPക്ക് അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന് യാതൊരു ഉറപ്പില്ലാതെ നിൽക്കുന്ന സമയം. ആ സമയത്താണ് അവർ പറയുന്നതെന്ന് ഓർക്കണം. 2014 BJP അധികാരത്തിൽ വരുന്നു. 2019 ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യമൊക്കെ അന്നേ അവർ പറഞ്ഞിരുന്നതാണ്. അത്തരം ഗ്രൂപ്പുകൾ ഉയർന്നു വരും എന്നുള്ളത്. ഒപ്പം തന്നെ ഈ തീരദേശം ബേസ് ചെയ്തിട്ടുള്ള അനവധി NGOകൾ ഉയർന്നു വരുമെന്നുള്ളത്. അങ്ങനെ ഈ അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഇനി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി 5 വർഷം നരേന്ദ്രമോദിക്ക് നിർണായകമാണ്. നരേന്ദ്രമോദിയുടെ ഇപ്പോഴുണ്ടായ ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ സീറ്റ് കുറയാനുള്ളതും നേരത്തെ മുൻകൂട്ടി അവർ പറഞ്ഞിരുന്നു. 2014 അന്ന് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് ആർത്ത് വിളിച്ച BJP പ്രവർത്തകരോട് RSSൻ്റെ മേധാവി പറഞ്ഞത്, എന്നും മോദി മോദി എന്ന് പറഞ്ഞിരിക്കാതെ എല്ലായിടത്തും ഓരോ മോദിമാരെ സൃഷ്ടിക്കണം, മോദിയായി മാറണം, അതുകൊണ്ട് അടിത്തട്ടിൽ കഠിനമായി പണിയെടുത്താൽ മാത്രമേ മുൻപോട്ട് നീങ്ങാൻ കഴിയൂവെന്ന്. ഒരുപക്ഷെ ഇപ്പോൾ BJP പ്രവർത്തകർ അത് ഓർക്കുന്നുണ്ടാകും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സുഖിമാന്മാരായിരുന്നു കുറച്ചധികം നേതാക്കളും പ്രവർത്തകരും. സമൂഹത്തിൽ നടക്കുന്ന ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചില്ല. മോദി വോട്ട് നേടിത്തരുമെന്ന് അവർ കരുതി, ഇല്ലെങ്കിൽ മോദി തങ്ങളെയും ജയിപ്പിക്കുമെന്ന് കരുതി. അത് പച്ചയ്ക്ക് തുറന്നു പറയാൻ അമിത്ഷായ്ക്ക് മടിയുണ്ടായില്ല. മധ്യപ്രദേശിലെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മോദി നിങ്ങളെ ജയിപ്പിക്കുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്കാണ് തെറ്റുപറ്റുന്നത്, നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് പരസ്യമായി പറയേണ്ടിയും വന്നു. പിന്നീട് ഇപ്പോൾ സംഭവിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് ഓർഗനൈസറിൻ്റെ പുതിയ ലേഖനം വളരെ ഗൗരവത്തിൽ തന്നെയാണ് വായിച്ചതും കാണേണ്ടതും. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് ശരിയാണ്. ആ ശരി ഇന്ന് പറഞ്ഞതല്ല. ഓർഗനൈസർ ഈ ലേഖനം വരുന്നതിനും എത്രയോ നാൾ മുമ്പ് അവർ പരസ്യമായി കാര്യം പറഞ്ഞതാണ്. ഇന്നൊരു പക്ഷേ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി മാറ്റിയതാണ്. മണിപ്പൂരിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിനും വളരെ മുൻപേ അവർ പറഞ്ഞിരുന്നു. കർഷക സമരത്തെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു. ഇതൊന്നും ചെവിക്കൊള്ളാൻ പലരും തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്കറിയാം, ഓർഗനൈസർ പോലെയുള്ള അവരുടെ RSSൻ്റെ മുഖപത്രത്തിൽ, ഞാനും RSSൻ്റെ മുഖപത്രമായ അതിൻ്റെ മലയാളം പതിപ്പിലൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, അതിനകത്തൊരു ലേഖനം നമ്മൾ നൽകുമ്പോൾ മറ്റ് ആനുകാലികളിൽ നൽകുന്ന ലേഖനം പോലെയല്ല. കാര്യങ്ങൾ വളരെ വിശദീകരിച്ചും ഒപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ വളരെ ഭംഗിയായും നൽകിയെങ്കിൽ മാത്രമാണ് അതിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസറിൽ വരുന്ന ലേഖനങ്ങൾ മറ്റാരോ എഴുതി എന്നുള്ളതല്ല, വിശദീകരിച്ച് തന്നെയാണ് അതിലത്തെ ഓരോ ലേഖനങ്ങളും കൃത്യമായി തന്നെ സ്ഥലവും കാര്യങ്ങളും പറഞ്ഞ് എന്തൊക്കെയാണ് എന്ന് വിശദമാക്കുന്ന ലേഖനങ്ങളാണ്. ശരിക്കും ഒരു അക്കാഡമിക് പർപ്പസിനൊക്കെ വേണ്ടി നമുക്ക് പലതിനും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഓർഗനൈസറിലും കേസരിയിലടക്കം വരുന്ന ലേഖനങ്ങൾ. ഏതായാലും ഇപ്പോൾ 2024 തൊട്ട് 25 വരെ ഈ മോദിക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്തായെന്ന് ചോദിച്ചാൽ,
ഇത് ഈ പ്രതിപക്ഷത്തിൻ്റെ അവസാനത്തെ ഒരു പകർനാട്ടം ആരംഭിച്ചിരിക്കുന്ന കാലയളവാണ്. അതായത് 2023 തൊട്ട് 24 വരെ സർവ്വശക്തിയുമെടുത്ത് പ്രതിപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് രാജ്യത്ത് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന വിഘടനവാദി ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഈ രാജ്യത്തിന് തകിടം മറിക്കാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങൾ, അവരുടെ NGOകൾ, അങ്ങനെ മാളത്തിൽ ഉള്ളതായിട്ടുള്ള എല്ലാ പാമ്പും പഴുതാരയും തേരട്ടയും മണ്ണിര വരെ ഇറങ്ങി വരുന്ന സമയമാണ് 2023 തൊട്ട് 24 വരെ. 24 തൊട്ട് 25 വരെ ഈ രാജ്യം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് നേരത്തെ പലരും ഈ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല രൂപത്തിൽ പ്രക്ഷോഭമുണ്ടാകുമെന്ന് അതിനുള്ള സൂചനകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരു വലിയ ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തി. കാര്യത്തിൽ വലിയ ഗൗരവം പതിവ് പോലെ ഇല്ല എങ്കിൽ പോലും അത് ഒരു തുടക്കമാണ്. തുടക്കം മുതലേ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുക, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുക, ഭരിക്കുന്നവരിലോട്ട് വെറുപ്പ് ജനത്തിനിടയിൽ സമ്പാദിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള അനവധി സംഭവങ്ങൾ. അതിന് ഏറ്റവും ഉത്തമമായ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ രാജ്യത്ത് അനവധി കൾട്ടുകൾ വർക്ക് ചെയ്യുന്നു, ഈ രാജ്യത്തെ തകർക്കാൻ, അവയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇനി ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന്. അനവധി സോഷ്യൽ മീഡിയകളും അല്ലാത്തതുമായ പ്ലാറ്റ്ഫോമുകൾ വഴി കൃത്യമായ സന്ദേശങ്ങൾ പലയിടത്തും എത്തി. അതിലൊരു പരിധിവരെ കുറ്റപ്പെടുത്തേണ്ടത് BJP തന്നെയാണ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞില്ല. എന്തിനേറെ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ബലത്തിനെക്കുറിച്ച് അവർ പലപ്പോഴും ചിന്തിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ പതുക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇനിയും ആ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് RSSൻ്റെ മുഖപത്രവും പറയുന്നത്. 1977 ശേഷം ഞങ്ങൾ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്ന്. അതിനർത്ഥം സൂക്ഷിച്ചും കണ്ട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. BJPക്ക് ആ ഒരു പഴയ പവറിലേക്ക് തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. 2014 എന്തായിരുന്നു അതുപോലെ ആയിരിക്കണം ഇനി മുൻപോട്ട് പോകേണ്ടതെന്ന് നരേന്ദ്രമോദിക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മന്ത്രിമാർക്ക് നൽകിയ ഉപദേശവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരോട് പോലും ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ. അവരുമായി സമ്പർക്കത്തിലാകണം. മന്ത്രിമാർക്കും നേതാക്കൾക്കും കൊടുത്ത നിർദ്ദേശവും ഇതുതന്നെയാണ്. അതായത് വീണ്ടും 2014 പോലെ കെട്ടുറപ്പോടെ വന്നാൽ ഇനിയും 300-350 സീറ്റ് ഈസിയായി നേടാൻ കഴിയും. ഒറ്റയ്ക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് പലർക്കും മനസ്സിലായി. ഇല്ലെങ്കിൽ മോദി എന്ന നേതാവിൻ്റെ പടം വെച്ചാൽ ഇനി വിജയിച്ച് കയറുക പ്രയാസകരമാണെന്ന് തോന്നി. ഇതിലൊന്നും അവരുടെ മാതൃസംഘടനയായ RSSന് യാതൊരുവിധ പരിഭവമോ ആശ്ചര്യവുമില്ല. കാരണം അവരിത് പണ്ടേ പറഞ്ഞതാണ്. ഏതായാലും അധ്വാനശീലരായ പുതിയൊരു BJPയാണ് വാർത്തെടുക്കേണ്ടത്. ഒപ്പം തന്നെ രാജ്യത്ത് അഭിമുഖീകരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ തദ്ദേശീയരായ ഭീകരരെയൊക്കെ ഒതുക്കുന്നതിൽ BJP സർക്കാർ വിജയിച്ചു. പക്ഷേ പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും അവിടെ ശമിച്ചിട്ടില്ല എന്നാണ് അടുത്ത കാലത്തെ വാർത്തകൾ. ഇതായിരിക്കണം ഒരുപക്ഷെ അമിത്ഷായുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ല. ഒപ്പം അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഇനി 4 മാസം കൂടിയുള്ളൂ. കാശ്മീർ ക്ലീനാക്കിയേ മതിയാകൂ. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്സൽ മേഖലയാണ്. ആ നക്സൽ മേഖലയിൽ ഏതാണ്ടൊക്കെ പൂർണ്ണമായി വിജയം വരിക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. അത് പൂർണ്ണമായി തുടച്ചു നീക്കുക മാത്രമല്ല ആ പ്രദേശങ്ങളിലേക്ക് വികസനം എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വന്നില്ല എങ്കിൽ അവിടെ നിന്ന് വീണ്ടും നക്സലുകൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട്. വികസനം എത്താത്തതുകൊണ്ടാണ് നക്സലുകൾ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. മൂന്നാമത് മണിപ്പൂരാണ്. മണിപ്പൂരിലെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇടപെട്ടിരുന്നു. അത് ത്വരിതഗതിയിലാക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ പറയുന്ന 1 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന്. അതിനു മുൻപ് അത് തീർക്കാനുള്ള ശ്രമങ്ങൾ അവർ ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് കൾട്ടുകളാണ്. അതായത് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാനായിട്ട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ഓൺലൈൻ മീഡിയകൾ അടക്കമുള്ള കൾട്ടുകൾ. അതിനെ ഓരോന്നായി ഇല്ലാതാക്കണം. അതിനുള്ള പണികൾ നേരത്തെ തുടങ്ങിയെന്നാണ് വിവരം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ ഇതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലങ്ങൾ സ്മൂത്തായിട്ട് ഇത് മുൻപോട്ട് പോകും. കാരണം ഒന്നും ഇപ്പോൾ പഴയതുപോലല്ല. കാരണം ഇനിയൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി സർവ്വശക്തിയുമെടുത്ത് പ്രതിപക്ഷവും ഒപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന അനവധി സംഘടനകളും, ഇത് കൂടാതെ ഭീകരവാദ സംഘടനകളുണ്ട്, മതമൗലികവാദ സംഘടന, ഇവരെല്ലാം പത്തി വിടർത്തി കൊത്താനെ ആഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്ക് കിട്ടിയ ബലം ഈ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആ റിസൾട്ടിൻ്റെ ആ ഒരു പളപ്പിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊളയ്ക്കാൻ അവർ മടിക്കുകയുമില്ല. ഇതും RSS നൽകിയ മുന്നറിയിപ്പുകൾ ഒന്നായിരുന്നു. ഈ മുന്നറിയിപ്പ് നൽകിയത് ഇന്നും ഇന്നലെയുമല്ല, 2011 മുതൽ നൽകുന്ന മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിൻ്റെ ഓരോ ഭാവങ്ങൾ, ഓരോ അവതാരങ്ങൾ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതും അസ്തമിക്കുന്നതും നമ്മൾ കണ്ടു. പോപ്പുലർ ഫ്രണ്ട് അത്തരത്തിലൊരു അവതാരമായിരുന്നു. വേറെ ചില അവതാരങ്ങൾ ഇപ്പോഴുമുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തീരദേശ മേഖലയിലും തമ്പടിച്ചുകൊണ്ട് ഈ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ശക്തികൾക്കൊപ്പം നിൽക്കുന്ന കൾട്ടുകൾ, അവയ്ക്ക് ഓശാന പാടുന്നവർ. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു MPയെ രാഷ്ട്രീയ
അറിയാത്ത ഒരു എം പിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും അദ്ദേഹം പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. ഒരാളെ എങ്ങനെ നശിപ്പിക്കണമെന്ന് കൃത്യമായി എക്സ്പീരിയൻസ് ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം പേർ. അവിടെ നിന്ന് പടവെട്ടി കുതിച്ചുയരാൻ BJPക്ക് കഴിയുക തന്നെ ചെയ്യും. അതിനുള്ള തന്ത്രശാലികൾ അവർക്കുണ്ട്, അതിനുള്ള കരുത്ത് അവർക്കുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഭീമന്മാരെ പോലും വിലക്കെടുത്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് സംഘപരിവാർ അനുകൂല ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം അവരുടെ റീച്ചുകൾ കുറച്ചിരിക്കുന്നു. ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ശരി പറയുന്നവരുടെയോ ചാനലുകൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വന്നിരിക്കുന്നു. റീച്ചുകളില്ല, ജനങ്ങളിലേക്ക് അതെത്തുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിനെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചാനലുകൾക്ക് വലിയ റീച്ചാണ്. ഇതാണ് ഇപ്പോഴിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തൊട്ടേ അത് തുടങ്ങിയിരുന്നു. വലിയ രീതിയിലാണ്, വലിയ സ്ട്രഗിളാണ് അത്തരം ചാനലുകൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റീച്ചുകൾ കുറയുന്നു, റീച്ചുകൾ മുൻപോട്ട് പോകുന്നില്ല, കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. പകരം ജനങ്ങളിലേക്ക് എത്തുന്നത് മുഴുവൻ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ ജൽപ്പനകൾ മാത്രമാണ്. ഇനി നാം ഒന്നിച്ചൊന്നായി ഉയരണം, ഉണരണം. അവിടെ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ഏതായാലും വരുന്ന ഒരു വർഷം അതിനുള്ള കഠിന ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് സൂചനകൾ. ആ ശ്രമം വിജയത്തിലെത്തുമ്പോൾ സർവ്വശക്തിയുമെടുത്ത് ഒരു സംഹാര താണ്ഡവമാടാൻ അവർ എത്തുക തന്നെ ചെയ്യും. പഴയ പ്രതാപത്തിലേക്ക് നാം വരിക തന്നെ ചെയ്യും. ഏതായാലും ഈ ദുഷ്ടശക്തികൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പ്രത്യാശിക്കാം. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ ഇന്നത്തെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.